ഹായ് ആർ സി ലവേഴ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടാമിയയുടെ ഒരു ക്രോളിംഗ് മോഡലായ CR01-ൻ്റെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതിൻ്റെ വീൽ ബേസ് ഇത് 1:10 സ്കെയിലാണ്, പക്ഷേ ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 288 mm ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് നമ്മുടെ നോർമൽ വരുന്ന ക്രോളറുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ട്രാക്സസിൻ്റെ TRX4-ൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ ഡിഫറൻസ് കണ്ടോ? ഇത് 324 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. ഈ 324 എന്ന് പറയുന്നത് ഇവരുടെ മോഡൽ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. TRX സ്പോർട്ടിനൊക്കെ വരുമ്പോഴത്തേക്ക് 312 ആണ് വരുന്നത്, വ്യത്യാസം വരുന്നുണ്ട്. ഇത് എന്ന് പറയുന്നത് ട്രാക്സസ് 2017 ലോഞ്ച് ചെയ്ത ഡെഡിക്കേറ്റഡ് ക്രോളറായിട്ട് ലോഞ്ച് ചെയ്തൊരു മോഡലാണ്. ഇതിനെന്ന് വെച്ചാൽ പോർട്ടൽ ആക്സലുണ്ട്, അതിൽ 2 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, റിമോട്ട് ലോക്കിംഗ് ആണ് ഇതിൻ്റെ ഡിഫറൻഷ്യൽ, അങ്ങനെ സ്റ്റീലിൻ്റെ ലാഡർ ഫ്രെയിം വരുന്നുണ്ട്. അങ്ങനെ ഒരു മോഡലാണ് എന്ന് വെച്ചാൽ ക്രോളിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു മോഡൽ 2017. പക്ഷേ അതിന് മുമ്പ് 2009 ട്രാക്സസ് ഒരു വണ്ടി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ക്രോളിംഗ് കേപ്പബിൾ ആയിട്ടുള്ളൊരു ബാഷറാണ്. അപ്പം അത് ഏത് മോഡലാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ആ മോഡൽ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതിപ്പം ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഈ ഒരു കമ്പാരിസന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തതാണ്, വീൽ ബേസ് തമ്മിലുള്ള. ഇത് മോഡൽ അനുസരിച്ചിട്ട് ഇതിൻ്റെ വീൽ ബേസ് വരും, ഞാൻ പറഞ്ഞില്ലേ TRX4 സ്പോർട്ട് വരുമ്പോഴത്തേക്ക് 312 വരും. പിന്നെ ഹൈ ട്രയൽ മോഡൽ വരുന്ന സമയത്ത് ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 336 ആണെന്ന് തോന്നുന്നു, അത്രയും വരുന്നുണ്ട്, അത്രയും വീൽ ബേസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ആ ഒരു കമ്പാരിസൺ ചെയ്തതന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ അടുത്ത വീഡിയോയിലുണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.